എല്ലാവർക്കും നമസ്കാരം. ഒരിക്കൽ വിക്രമാദിത്യ സദസ്സിൽ വിക്രമാദിത്യൻ തൻ്റെ നവരത്നങ്ങളോടായിട്ട് അതിൽ വരരുചിയോടായിട്ട് ഒരു ചോദ്യം ചോദിച്ചു. രാമായണത്തിലെ മഹത്തായ ശ്ലോകം ഏതാണെന്ന്. വരരുചി ആശ്ചര്യപ്പെട്ടു. കാരണം രാമായണത്തിലെ മഹത്തായ ശ്ലോകം എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നിനോട് തന്നെ മഹത്വമാണല്ലോ. അതിൽ മഹത്വമായിട്ടുള്ള ശ്ലോകം ഏതാണ് എന്ന് വരരുചി ഒരുപാട് സംശയിച്ചു. വിക്രമാദിത്യൻ പറഞ്ഞു, താങ്കൾ ഒരു കാര്യം ചെയ്യൂ. 41 ദിവസം ഞാൻ അങ്ങേക്ക് സമയം തരുന്നു. 41 ദിവസത്തിനകത്ത് ഏറ്റവും മികച്ച ഏറ്റവും വിശിഷ്ടമായ ശ്ലോകവും അതിലെ വാക്യവും വിശിഷ്ടവാക്യവും ഏതാണെന്ന് അങ്ങ് കണ്ടെത്തി കൊണ്ടുവരിക. അല്ലെങ്കിൽ അങ്ങേക്ക് കൊട്ടാരത്തിൽ ഇനി പ്രവേശനമില്ല എന്ന് രാജാവ് അരുൾ ചെയ്തു. വരരുചിക്ക് വല്ലാത്ത വിഷമം തോന്നി. കാരണം താൻ എല്ലാത്തിനും ഉത്തരം പറയുന്നതാണ്. പക്ഷേ രാമായണത്തിലെ മികച്ച ശ്ലോകം, വിശിഷ്ടമായ ശ്ലോകം അതെങ്ങനെ കണ്ടെത്തും എന്നുള്ള തിരച്ചിലിൽ വരരുചി ഒരുപാട് സ്ഥലങ്ങളിൽ അലഞ്ഞു നടന്നു. ഒരുപാട് ഗുരുക്കന്മാരെ കണ്ടു, ഒരുപാട് വിശിഷ്ടന്മാരെ കണ്ടു. പക്ഷേ വരരുചിക്ക് അഭികാമ്യം എന്ന് തോന്നിയ ഒരു ഉത്തരം വരരുചിക്ക് ആരിൽ നിന്നും ലഭിച്ചില്ല. അങ്ങനെ അദ്ദേഹം ഒരുപാട് വേദനിച്ച് ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. വിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം അറിയാണ്ട് ഉറങ്ങിപ്പോയി. ദിവസങ്ങൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. 41 ദിവസമേ ഉള്ളൂ സമയം. അങ്ങനെ വിശ്രമവേളയിൽ അരയാലിന്റെ ചൂട്ടിലായിരുന്നു കേട്ടോ വിശ്രമം, ഒരു കാട്ടില്. അങ്ങനെ രാത്രിയായപ്പോൾ വല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു അരയാലിന്റെ മുകളിൽ നിന്ന്. അങ്ങനെ വരരുചി ഉണർന്ന് അങ്ങനെ കിടന്നു എന്താണെന്ന് അറിയാനായിട്ട്. അപ്പോഴാണ് കുറച്ച് വനദേവതമാർ അവിടെ ഒത്തുകൂടിയിരിക്കുന്നത് വരരുചിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. കുറച്ചു പേർ ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇപ്പോൾ വന്ന വനദേവതമാർ അവിടെ ഉണ്ടായിരുന്ന വനദേവതമാരോട് പറഞ്ഞു, ഞാൻ ഇന്ന് ഒരു സ്ഥലത്ത് പോയി. അവിടെ ഒരു സ്ത്രീ പ്രസവിച്ചു. ഏത് സ്ത്രീയാണെന്ന് മറ്റുള്ള വനദേവതമാർ ചോദിച്ചു. അതൊരു പറയ സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. ഒരു പെൺകുഞ്ഞിനാണ് ജന്മം നൽകിയത്. പെൺകുഞ്ഞിനോ? മറ്റുള്ള ദേവതമാർ ചോദിച്ചു. അതെ, പെൺകുഞ്ഞിന്. എന്നാൽ അവിടത്തേക്ക് പറയാൻ കഴിയുമോ ആ പെൺകുഞ്ഞ് ആരെയാണ് വിവാഹം കഴിക്കുക എന്ന്? അപ്പോൾ മറ്റുള്ള വനദേവതമാർ പറഞ്ഞു, അതിനെന്താ സംശയം? മാം വിദ്യയുടെ അർത്ഥം പോലും അറിഞ്ഞൂടാത്ത ഈ വരരുചി ആയിരിക്കും ആ കുട്ടിയുടെ ഭാവി ഭർത്താവ് എന്ന് മറ്റുള്ള ദേവതമാരോട് വന്ന ദേവതമാർ പറഞ്ഞു. എന്നിട്ട് അവർ എന്ത് ചെയ്തു? അവിടുന്ന് അപ്രത്യക്ഷരായി. ഇത് കേട്ടപ്പോൾ വരരുചിക്ക് അതിയായ സന്തോഷം തോന്നി. കാരണം എന്തോ ലഭിച്ച സന്തോഷത്തോടെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് അതിവേഗം യാത്രയായി. 41 ദിവസമായിട്ടും വരരുചിയെ കാണാത്തതുകൊണ്ട് രാജാവിന് വല്ലാത്ത വിഷമം തോന്നി. അദ്ദേഹം ഇനിയും വല്ല കടുങ്ങയും ചെയ്യുമോ? അങ്ങനെ വേദനിച്ചിരുന്ന രാജാവിന്റെ മുന്നില് വരരുചി വളരെ സന്തുഷ്ടവാനായിട്ട് കടന്നു വന്നു. മഹാരാജാവേ, ഞാൻ അവിടുന്ന് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞു. അങ്ങനെ സന്തുഷ്ടവനായിട്ട് വരരുചി അതിനുള്ള ഉത്തരം പറഞ്ഞു തുടങ്ങി. വരരുചി പറഞ്ഞ ശ്ലോകം ഇതാണ്: രാമം ദശരഥം വിദ്യയും മാം വിദ്യയും ജനകാത്മജം അയോധ്യാമടവി വിദ്യയും യഥാസുഖം. ഇതിന്റെ സന്ദർഭം രാമായണത്തിൽ ഇങ്ങനെയാണ്. രാമൻ സീതയും ലക്ഷ്മണനും ഒത്ത് വനവാസത്തിന് ഇറങ്ങിയപ്പോൾ ലക്ഷ്മണന്റെ അമ്മ സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞ വാക്കുകളാണ് ഈ ഒരു ശ്ലോകം. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് രാമം ദശരഥം വിദ്യയും, അതായത് രാമനെ പിതാവിനെ പോലെ കണക്കാക്കണം. മാം വിദ്യയും ജനകാത്മജാം, അതായത് ജനകാത്മജയായ സീതയെ അമ്മയെ പോലെ കാണണം. അയോധ്യാ മടവിയും വിദ്യയും, വനത്തിനെ അയോധ്യയെ പോലെ കാണണം. യച്ഛാ തഥാ യഥാസുഖം, താതാ മകനെ, അതായത് മകനെ സുഖമായി പോയി വരിക. ഇതാണ് ഈ ഒരു ശ്ലോകത്തിന്റെ അർത്ഥം. ഇതിന് വേറൊരു അർത്ഥവും കൂടിയുണ്ട്. ഇത് രാമായണത്തിലെ ആ ഒരു സന്ദർഭവുമായി ബന്ധപ്പെട്ടത്. അല്ലാതെ നമ്മളെപ്പോലുള്ളവർ വായിക്കുമ്പോൾ ഒരു അർത്ഥം എന്ന് പറയുന്നത് രാമനെ പിതാവിനെ പോലെയും സീതയെ മാതാവിനെ പോലെയും കാണുന്നവർക്ക് എപ്പോഴും സുഖം ഉണ്ടാകും, അതായത് എപ്പോഴും സന്തോഷം ഉണ്ടാകും എന്നതും കൂടി ഒരു അർത്ഥമുണ്ട് കേട്ടോ ഈ ഒരു ശ്ലോകത്തിന്. അങ്ങനെ അർത്ഥം വളരെ സന്തുഷ്ടനായി പറഞ്ഞു നിർത്തിയ
വരരുചിയോട് വിക്രമാദിത്യൻ ചോദിച്ചു, എന്നാൽ ഇതിലെ വിശിഷ്ട വാക്യം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ വരരുചി പറഞ്ഞു, മാം വിദ്ധി ജനകാത്മജ, അതായത് ജനകാത്മജയായിട്ടുള്ള സീതയെ അമ്മയെ പോലെ കാണണം, ഇതാണ് ഇതിലെ ശ്രേഷ്ഠമായിട്ടുള്ള വാക്ക് എന്ന് പറഞ്ഞു. കാരണം ലക്ഷ്മണൻ സീതാദേവിയെ സ്വന്തം മാതാവിനെ പോലെ കാൽപാദങ്ങളിൽ നോക്കിയാണ് സേവിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. അത്രയും പവിത്രമായിട്ടുള്ള ഒരു മാതൃബന്ധമാണ് സീതയും ലക്ഷ്മണസ്വാമിയുമായിട്ടുള്ളത്. അത് ഒരു ജ്യേഷ്ഠത്തെക്കാളും ഉപരി ഒരു അമ്മയെ പോലെ തന്നെയാണ് ലക്ഷ്മണസ്വാമി സീതാദേവിയെ കണ്ടതും പരിപാലിച്ചതും. അതുകൊണ്ട് തന്നെ രാമായണം അതിൻ്റെ അർത്ഥം ഉൾക്കൊണ്ട് തന്നെ വായിച്ചു പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. സ്വന്തം സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി പുത്രനെക്കാളും സ്നേഹിച്ച് വളർത്തിയ മകനെ വനവാസത്തിനയച്ച് കൈകേയിയും ഒരു വശത്തും, എന്നാൽ സ്വന്തം മകനെ ജ്യേഷ്ഠന്റെ പരിപാലനത്തിന് വേണ്ടി സ്വന്തം അച്ഛനും അമ്മയുമായി ജ്യേഷ്ഠനെയും ജ്യേഷ്ഠത്തെയും കാണണം എന്ന് പഠിപ്പിച്ച് വിട്ട സുമിത്ര ഒരു വശത്തും. അതാണ് ഈ ഒരു കഥയുടെ ഏറ്റവും വലിയൊരു സവിശേഷത. നമ്മുടെ ചിന്താഗതിയും നമ്മുടെ പ്രവൃത്തികളും എന്നെന്നും എല്ലാവരും ഓർക്കപ്പെടുമെന്ന് എല്ലാവരും ഓർത്തുകൊള്ളുക. അതുകൊണ്ട് തന്നെ ചിന്തകളും പ്രവൃത്തികളും മറ്റുള്ളവർക്ക് ദ്രോഹമാകാത്ത രീതിയിലായിരിക്കണം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത്. അപ്പോഴെല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. എല്ലാവരും നമ്മുടെ അഖിലം മധുരം ഫാമിലിയുടെ കുടുംബത്തിൻ്റെ അംഗമാകാനായിട്ട് എല്ലാവരെയും ഞാൻ വിനയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ കാണുന്നവരെല്ലാവരും ഒന്ന് കുടുംബാംഗമായിട്ട് പൊയ്ക്കോളൂ കേട്ടോ. ഭഗവാന്റെ കഥകൾ പ്രചരിപ്പിക്കുന്നവരും ഭഗവാന്റെ കഥകൾ കേൾക്കുന്നവരും ഈ കലിയുഗത്തിൽ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഭഗവാന്റെ നാമത്തിൽ കാണുന്നവരെല്ലാം എൻ്റെ കൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ കൂടെ കൂടുമെന്നുള്ള വിശ്വാസത്തോടെ ഭഗവൻ നാമത്തിലും ഭഗവാന്റെ കാൽപാദങ്ങളിലും ഈ ഒരു ശ്ലോകം സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ജയ് ശ്രീരാം.